പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചതുരപ്പയർ വെച്ചൊരു നല്ലൊരു കറിയാണ്. അതിനായി ഒരല്പം മൂക്കാത്ത ചതുരപ്പയർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചതുരപ്പയറിൻ്റെ 4 സൈഡുകളും കട്ട് ചെയ്തതിന് ശേഷം നടുവേ 4ആയി കീറി ചെറുതായി അരിഞ്ഞെടുത്തത്, തേങ്ങ തിരുമ്മിയത്, സബോള അരിഞ്ഞെടുത്തത്. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ചെറുതായി ഒന്ന് തിള കയറി ഒന്ന് പയർ വാടി വരുന്ന സമയം ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. കാന്താരി മുളക്, മൂടി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കാം. പയർ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു പിഞ്ച്, ജീരകം ഒരു പിഞ്ച്, വറുത്തെടുത്ത ചെറുപയർ, മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച്, വെള്ളം, ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം. കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൽ കിടന്നൊന്ന് തിളക്കട്ടെ. ഉപ്പൊരൽപ്പം കൂടി ചേർത്ത് കൊടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്, ചെറിയ പച്ചമുളക്, കറിവേപ്പില, കറിവേപ്പില, കറിയിലേക്ക് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു നാടൻ കറിയാണിത്. നല്ലൊരു ചതുരപ്പയർ കറി. ചതുരപ്പയർ ഉള്ളവർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്